കാരൽ പെരട്ട് അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കാരൽ മീൻ യൂഷ്വലി ഫ്രൈ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ ഒരു പെരട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ. ഒരു 10 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ ഈ സംഭവം ഉണ്ടാക്കാനായിട്ട്. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ച് ഉലുവയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലേക്കും ചതച്ചു വെച്ച ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കൂടെ ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിക്കും. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഈ പുളി വെള്ളം ഈ കൂട്ടിലേക്ക് അങ്ങ് ചേർക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല, കാരണം നമ്മളൊരു പെരട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാരൽ ഇതിലേക്ക് അങ്ങ് ചേർക്കണം. ഞങ്ങൾ ഒരു 10-15 മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ചേക്കുക. ഒരുപാട് വേവിക്കാൻ പാടില്ല, കാരണം കാരൽ മീൻ വളരെ സോഫ്റ്റാണ്, എല്ലാം കൂടി പൊടിഞ്ഞു പോകും. പത്ത് മിനിറ്റിന് ശേഷം ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ എടുത്താൽ മതി. നമ്മുടെ കാരൽ പെരട്ട് റെഡി. കാരൽ പെരട്ട് കഴിക്കാനായിട്ട് നമ്മൾ ചെറിയ തട്ടുദോശ നെയ്യൊക്കെ ഒഴിച്ച തട്ടുദോശയാണ് ഉണ്ടാക്കിയത്. തട്ടുദോശയും കാരൽ പെരട്ടും കൂടി ഒരു പിടി പിടിച്ചു. സംഭവം സൂപ്പർ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.